ബേബി വാട്ട് ആർ യു തിങ്കിങ്? ഇപ്പം ഇത് ഞാനായിരുന്നെങ്കിലോ നീ എന്തൊക്കെ പറഞ്ഞേനെ അല്ലേ? No, go, do whatever you want. It's so embarrassing. ഞാൻ അങ്ങോട്ട് ഇറക്കില്ല. ഇടക്കുന്നത് തലയിൽ അത് കുഴപ്പമില്ല. തലയിൽ തിരിഞ്ഞാലും കുഴപ്പമില്ല. എന്തോ വലിയത് വരാനുള്ള താടി. No, don't. ആന ബുള്ളക്കാട്ട് ഇംഗ്ലീഷ് പറഞ്ഞ സംഭവം വിശക്കുന്നു. What is that? Oh, TV actor? എന്നോട് ദേഷ്യം വരും. You? ഞാൻ ഒരു പ്രാവശ്യം വലിയൊരു വരച്ച് തിയേറ്റർ എന്തു പറഞ്ഞു പറയാനോ സമയമൊന്നും കിട്ടിയില്ല. അടുത്ത ട്രെയിൻ വന്നപ്പോ കേറി. എന്നാലും ഒരു കലിപ്പുണ്ടായിരുന്നു. ഓ ആ കലിപ്പാണ്. ഇത് ഈ കലിപ്പ് വെച്ചാണ് എയർപോർട്ടിൽ എത്തുന്നത്. അപ്പോഴാണ് ഒരാൾ പറയുന്നത് എന്റെ ഫോൺ കാണാൻ. അത് വൺ ആഫ്റ്റർ ദി അതർ ആയിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അപ്പൊ തന്നെ ഫോൺ മണ്ണാൻ കട്ടാ നീ നേരെ അങ്ങനെ പറ. അതാണ് ഇപ്പൊ ഫോൺ വേണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ കള്ള് ഷാപ്പ്, ടോഡി, പിന്നെ ബാറ്, മുല്ലപ്പന്തൽ, നീനു പ്രേമിസ്തൻ. ரொம்ப ஈஸியான बताओ. ನಾನು కావాలా ലെമ്പടക്കടാ మగధీర బాహుబలి 2 ലിംഗ്രാന ಈಗ സത്യമാണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ ഹോട്ട് സീറ്റിലേക്ക് നമ്മുടെ വിശാഖ് ഹോട്ട് സീറ്റിൽ പോയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. ഒരു ഫോട്ടോ ഞങ്ങൾ ബാക്കിൽ നിന്ന് വിശാഖ് ഇങ്ങനെ പിടിക്കും. അത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വിശാഖിന് കാണാൻ പറ്റത്തില്ല. അപ്പം ജയപ്രിയ അത് ആക്ട് ചെയ്ത് കാണിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, ഒരു 3 മിനിറ്റ്സിനുള്ളിൽ ആൻസർ പറയണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പോവുകയാണ്. ഫ്രണ്ട് ഏതാണോ? ഞാൻ ഫ്രണ്ടിൽ വെച്ചത് തന്നെ കൊടുക്കാമോ? ഓക്കെ ഓക്കെ. ഓ പ്രേതം, പുലി, കടുവ, ബിഗ് ബെയറിനെക്കാളും വലുതോ? അത് തന്നെയാണോ? ടൈഗർ, ബെയറിനെക്കാളും പൊക്കമുള്ളത്. ഡൈനോസർ. ഓ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും പെട്ടെന്ന് പോകുന്നു. ഓക്കെ, അപ്പം 5 പോയിന്റ് കരസ്ഥമായിരിക്കുന്നു. സോറി, കാണാൻ എണീക്കരുത്. ചായ കുടിക്കുന്നു, നല്ല ചായ കുടിക്കുക. ഹോസ്പിറ്റലായി ഡ്രങ്ക്, ആൽക്കോൾ അല്ലാണ്ട് കുടിച്ച് കിണ്ടിയാവുന്ന സാധനം. അയ്യോ, വെള്ള കളർ സാധനം. കള്ള് ഷാപ്പ്, ടോഡി, പിന്നെ ബാറ്, മുല്ലപ്പന്തൽ, മറ്റേതാണോ കോസിനോടെ കൂടെ പോയത്? അല്ല, പക്ഷേ ഇതൊരു സ്ഥലമാണ്. ബോച്ചയുടെ സാധനം. ബോച്ചയല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി കറക്റ്റ് ആയിട്ടല്ല. കള്ള് വെള്ള. ഓക്കെ, റെഡി. നൈസ്. ഓ സ്കൈ ലൈറ്റ് അടിക്കുന്നു. റോക്കറ്റ്, ഫയർ വർക്സ്, അല്ല, പടക്കം, കൺഫെറ്റി. ഇരിക്കെ. സേജ്, അഗർബത്തി, സാമ്പ്രാണിയാണോ? ഓക്കെ, ടോസ് ഇടും. തംസപ്പ് കൊടുക്കുന്നു. അല്ല, എന്നോട് ദേഷ്യം വരും, പക്ഷെ കണക്ക് കൂട്ടണ്ട. കുടിക്കുന്ന ഒരു നീളമുള്ള സാധനം. അല്ല, അതെങ്ങനെ? ക്യാൻ, ഷാമ്പെയിൻ. സാമ്പ്രാണി. അതെന്തെന്നറിയോ? ഇങ്ങനെ സാമ്പ്രാണി മീൻസ് അഗർബത്തി. നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ഞാൻ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അൽഫാം, KFC, ദോശ. 5 ചാൻസേ ഉള്ളൂ. ഇല്ല, 5 ചാൻസേ ഉള്ളൂ. ദോശ, മസാല ദോശ. അടിപൊളി. അടുത്തയാണ്. ഇടക്കുന്നത് തലയിൽ അത് കുഴപ്പമില്ല, തലയിൽ തിരിഞ്ഞാലും കുഴപ്പമില്ല.
ചിന്തിച്ചിരിക്കുക, എന്തോ വലിയത് വരാനുണ്ട്. താടി റോഷന. സോറി കളിയാ, സോറി. റോഷായിരുന്നല്ലേ? I don't know how else to show Roshan. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിച്ചു പറ? താടിയുള്ള ആക്ടർ. താടിയുള്ള എത്ര പേരുണ്ട്? അല്ല പക്ഷെ എന്ത് പക്ഷെ അല്ലേ, നിങ്ങൾ നേരത്തെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോഴല്ലേ കാണുന്നത്. ശരി ശരി, നെക്സ്റ്റ്. അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അറിയാം. ഓർത്ത് വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ ബുദ്ധിമുട്ട് വല്ലായക വരുമോ? കൺമഷി. ആ, കണ്ണ് കണ്ണ് കണ്ണാടി. കണ്ണാടി. ആ, ലൈറ്റ് കത്തിക്കുന്ന കണ്ണാടി. ബിഗ് ബോസ്. How did you guess? I didn't know. ഈ അതും എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ നോക്കില്ലല്ലേ? ഇവിടെ എനിക്കൊരു കണ്ണുണ്ട്, പോടോ. ഓഹോ, അല്ല അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു? ബിഗ് ബോസിന്റെ ലോഗോ അതല്ലേ, മറ്റേ വലിയ കണ്ണ്. കണ്ണും ഇതും. അപ്പൊ ആക്ട് ചെയ്തതിന്റെ ഗുണമാണ് ആ, അതോ കണ്ടുപിടിച്ചതിന്റെ ഗുണമാണോ? അല്ല ആക്ട് ചെയ്തിന് ഗുണം. നമുക്ക് മറ്റേ ഇതില് റെഡിറ്റിൽ എല്ലാവർക്കും ഇരട്ട പേരുണ്ടല്ലോ. ആ ആ ആ, റോഷന്റെ റെഡിറ്റിലുള്ള പേര് അതാണ്. ഓ അങ്ങനെ. ഓക്കെ ഫൈനൽ. ഓ ഈസി. ധ്യാനം. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണോ? നോക്കരുത്, പേഴ്സൺ, ഒരു ആളാണോ? അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കരുത്. ചോദിക്കരുത്. ഓക്കെ. നല്ല ആളാണോ? നല്ല ആളാണോ? ആ നല്ല ആളാണ്, നല്ല ആളാണ്. വിശാഖിന് അറിയാവുന്ന ആളാണോ? അറിയാം. ഓക്കെ, അറിയാവുന്ന ആളാണ്, ലൈക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, പേഴ്സണലി അറിയാവുന്ന ആളാണ്. ഓക്കെ, ഇൻഡസ്ട്രിയിലുള്ള അറിയുന്നതായിരിക്കും. ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ദേഷ്യമുണ്ടെന്നോ? ദേഷ്യമുള്ള ആളാണെന്നോ? ഞാനൊന്നും പറയില്ലെന്ന്. സംസാരിക്കാറില്ല. ഇപ്പം സംസാരിക്കാറില്ല. ഇപ്പൊ ദേഷ്യമാണോ അവർക്ക്? അല്ല എങ്ങനെ? ഓ, അമ്പിളിച്ചേട്ടനാണോ? അമ്പിളിച്ചേട്ടനാണോ? ഓക്കെ, ഗുഡ്, സൂപ്പർ. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നമുക്ക് അല്ലേ ജയപ്രയ്ക്ക് കൊടുക്കണം. അടിപൊളിയാടാ, തകർപ്പ്. 60-40 ഇവര് സെറ്റാക്കി അല്ലേ? അപ്പൊ ഫുൾ മാർക്ക്. ഫുൾ മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ച് സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ആക്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് വിശാഖ്. റെഡി, സെറ്റ്. ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്ക്. ഞാൻ കാണൂല, നോ വറി. മന്ത്രം. ഹോഴ്സ്, ഡോങ്കി, ആന, ബുള്ളക്കാട്ട്, കാളവണ്ടി. ഇംഗ്ലീഷ് പറഞ്ഞോ സംഭവം. ഓക്കെ, അടുത്തത്. ആ ഈസി. ഇങ്ങനെ വെച്ചോ. അതെങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അല്ല ഇങ്ങനെ വെച്ചോ. ഇങ്ങനെ ഒന്നൂടെ ഇങ്ങനെ വെച്ചാൽ കാണാമല്ലോ. കാണാമോ? ആ ആ. വാട്ട് ഇസ് ദാറ്റ്? എന്തോ ദേഷ്യം. കണ്ണ് ഉറങ്ങിപ്പോന്നെ. നല്ലൊരു ഇതാണോ? ആ, വാമ്പയർ. ആ, വാമ്പയറോ? വാമ്പയർ ഇൻ മലയാളം ലോക. ആ ആ ആ, അതിലെന്ന് പറയരുത്. പോലീസാ? 1 2 3 4. അരുൺ, ചന്തു, അങ്ങനെ പറയാ. ചന്തു സലീം കുമാർ. തെറ്റുത്തരം. സലീം കുമാർ. നൈസായിട്ട് എന്തായാലും ഒപ്പിച്ചു. ഓക്കെ, നോക്കരുതേ എടാ, ശരിക്ക്. റെഡി. നോക്കുന്നു. ഈസി. നമുക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. അതെ, ഊട്ടിച്ച് കഴിക്കാവുന്ന പേസ്ട്രി. ചായ ഇങ്ങനെ ചായ ഉണ്ടാക്കി. ഗ്ലൂ, ഫെവിക്കോൾ. കുറച്ചുകൂടെ എടുത്തോണ്ട് വരായിരുന്നു. ചാടി ഓടി വരുന്നു. ചിക്കനാ? അല്ല കഴിക്കുന്ന
നീ കഴിക്കുന്ന സാധനം എന്താ ചിക്കൻ, അൽഫഹാം, ചിക്കൻ ബ്രസ്റ്റ്, അല്ല 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 അൽഫഹാം, അല്ല അല്ല കുബൂസ്, മസാല ദോശയും ചിക്കൻ ഫ്രൈയും. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇങ്ങനെ കുറെ പറയരുത്. ബിരിയാണി, 2 ചാൻസേ ഉള്ളൂ ഇനി. മന്തി. ഓ മന്തി. ഓക്കെ, ഞാൻ മണ്ടി എങ്ങനെ അഭിനയിക്കുന്നതിലേക്ക് എന്തായാലും കുറെ ഓപ്ഷൻസ് കിട്ടുമെന്ന് കുഴപ്പമില്ല. ഈസി ഈസി അല്ല തിരിച്ചൊന്നുകൂടെ ഓക്കെ ഈസി. It's a person. ഞാൻ ഒരാളാണ്, ഞാൻ ഒരു പ്രാവശ്യം TV. സ്ക്വയർ വരയ്ക്കും. നീ ഇങ്ങനൊരു വലിയ വീട്, കാറ്. എല്ലാവരും വരൂ. ഏയ് ഓക്കെ ഓക്കെ തെൽ ഞാൻ ഒരു പ്രാവശ്യം വലിയൊരു വര വരച്ച് അതിനിലേക്കും. ഹോം തിയേറ്റർ. വാട്ട് ഈസ് ദാറ്റ്? ഓ ടിവി ആക്ടർ. എന്നോട് ദേഷ്യം വരരുത്. യു. ഞാൻ ഒരു പ്രാവശ്യം വലിയൊരു വര വരച്ച് സ്ക്വയർ തിയേറ്റർ. തിയേറ്റർ. ഞാൻ ഒരു പടം. എന്താണ്? ഞാൻ ഒന്നാണ്. ആനന്ദം. കണ്ണാടി കാണിച്ചാ പോലെ. എന്റെ ജോലി ഇതായി പോയി. കണ്ണാടി. ഓ ഇറ്റ് വാസ് ആനന്ദം മൂവി. കറക്റ്റ് ആണോ? തിരിച്ച് ഇങ്ങനെ നോക്ക്. ഓ ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഈസി ഈസി വെരി ഈസി. ഞാൻ ക്ലൗൺ. ഒരു ഫിലിം അത്. തലയിൽ തൊപ്പി. തെയ്യം. കറക്റ്റ്. ചെവി. ചെവിയിൽ കമ്മലിട്ട് വലിയൊരാൾ. അയ്യോ സ്ലൈഡ്. യോയോ. ആനിമൽ. വാലുള്ള ആനിമൽ. വാലുള്ള റാറ്റ്. നോ നോ നെവർ. മോങ്കോസ്. റാറ്റ്. സ്മോൾ തിങ്. സ്മോൾ തിങ്. റാറ്റ് പോലെ ഇരിക്കോ? അല്ല റാറ്റ് പോലെ ഏകദേശം അതുപോലെ ഇരിക്കും. റോമയുള്ള ഒരു സാധനം. അയ്യോ ക്യൂട്ട്. ഏയ് പൂക്കിയാണോ? ഓക്കെ. മൈസ്. മൈസ് മൈസ് മൈസ്. സ്മൈൽ. മൗസ്. മൗസ് അല്ല. മിക്കി മൗസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു. ഗുഡ് ജോബ് ബ്രോ. അടിപൊളി. ഇതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഫണ്ടൊക്കെ കളിച്ചിട്ടുള്ളല്ലേ? പിന്നെ ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്. ആണ്. ഫോണില് ഹെഡ്സ് അപ്പ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. ഹെഡ്സ് അപ്പ്. ഓക്കെ ശരി. ചെറിയൊരു സെഗ്മെന്റോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ സെഗ്മെന്റ് പേരാണ് ക്യാരക്ടർ സ്വാപ്പിംഗ് സെഗ്മെന്റ്. ഓൾറൈറ്റ്. ഇപ്പം വിശാഖിന് തീർച്ചയായിട്ടും അറിയാം ജയപ്രിയ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, എന്ത് സംസാരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ജയപ്രിയയ്ക്കും അറിയാം വിശാഖ് എങ്ങനെയാണ് ഒരു ഡ്രൈവിന് പോകുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാനൊരു സിറ്റുവേഷൻ പറയും. ആ സിറ്റുവേഷനിൽ ഞാൻ 1 2 3 ബൂം ബൂം എന്ന് പറഞ്ഞ ഉടനെ വിശാഖ് ജയപ്രിയയായി മാറുക. ഓക്കെ. ജയപ്രിയ വിശാഖായി മാറുക. ഓക്കെ. സെറ്റല്ലേ? നിങ്ങളിപ്പോൾ ഒരു ലോങ് ഡ്രൈവിന് പോകുന്നു. ബാക്കിൽ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പാട്ടിടാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഈ മന്ത്രം ജപിച്ച് 3 സെക്കൻഡ് കഴിഞ്ഞാൽ വിശാഖ് ആരാകും? ജയപ്രിയ ആരാകും? കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് ഇറക്കണം. ആരാണ് ആക്ടിങ് സ്കില്ല് നോക്കട്ടെ. റെഡി? 1 2 3 ഓ ബാ ജയിച്ചും. വണ്ടിയാണ്. ഫോണിൽ നോക്കുന്നു. ഡയലോഗ്സും പറയാൻ കേട്ടോ. ഡയലോഗ്സ് ആവാം. വിശക്കുന്നു. എനിക്ക് നിന്നെ പോലെ അഭിനയിക്കാൻ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് കൈ ഒരു ഒരു കൈ ഇവിടെ വെച്ച്. ഡയലോഗ്സ് ആവാം. എനിക്ക് വിശക്കുന്നു. പോവാം. ഇപ്പൊ നിർത്താം. എവിടെ പോണ്ടേ? ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. നിർത്തില്ല. നിർത്തും. ഓക്കെ, അടിപൊളി. വേറെ സിറ്റുവേഷൻ. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജയപ്രിയയുടെ വീട്ടിൽ പോകുമ്പോൾ വിശാഖ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വിശാഖിൻ്റെ വീട്ടിൽ ചിലപ്പോൾ വിശാഖ് വേറെ രീതിയായിരിക്കാം. ജയപ്രിയയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മനുഷ്യരില്ലേ ഇല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനാണ്. വിശാഖിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. വിശാഖിൻ്റെ വീടാണ്. അവിടെ ജയപ്രിയ ഇരിക്കുന്നു. ഓക്കെ, നേരെ മറിച്ച് വിശാഖിൻ്റെ വീട്ടിലിരിക്കുന്നു. ഇത് വിശാഖാണ്. വിശാഖാണ്. വിശാഖിൻ്റെ വീടാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഒരു
ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, റെഡി? അപ്പൊ നിങ്ങൾ ആള് മാറാൻ പോവുകയാണ്. റെഡി. വിശാഖിന്റെ വീടാണേ. ആ. അത് വിശാഖിന്റെ വീട്ടിൽ ജയപ്രിയ എങ്ങനെ, അതാണ് ഇതിനകത്ത്. നേരെ വൈസ് വേഴ്സയും വരും കേട്ടോ. റെഡി? 1 2 3. ആള് മാറട്ടെ. അച്ഛാ അമ്മ ആ ഇത് കണ്ടായിരുന്നു, ആ പൊളിറ്റിക്കൽ തിങ്, ആ പേപ്പർ, ഓക്കെ. ഇന്നലെ ഏത് ബുക്കാണ് വായിച്ചേ? ബേബി പ്ലീസ് കീപ് ക്വയറ്റ്, എനിക്കൊരു കോൾ ഉണ്ട്. അല്ലേ? കറക്റ്റ് അല്ലേ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഐ മീൻ ആ സിറ്റുവേഷൻ പറയും. ഇപ്പോ എപ്പോഴും കുറെ ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സ് ഉണ്ട്, ത്രൂ ദ ഡേ മീറ്റിംഗ്സ് ആണ്. വീട്ടിൽ പോയാലും നാട്ടിൽ പോയാലും അവിടെ ആണെങ്കിലും ആള് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ചർച്ചയിലായിരിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഗൈസ് പ്ലീസ് കീപ് ക്വയറ്റ്, എനിക്ക് കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് ഉള്ളൂ, പാവം അവിടെ തന്നെ ഇരുന്ന് പണി എടുത്തോണ്ടിരിക്കും. പക്ഷെ നമുക്ക് എല്ലായിടത്തും ആണ്. പക്ഷേ ഇവര് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് സംസാരിക്കും. ഇപ്പുറത്ത് നിന്ന് ചർച്ച. നമുക്ക് അതിനുള്ള സ്വസ്ഥതയും പരിപാടികളും ഒന്നും കിട്ടില്ല. അപ്പൊ അതിനിടയ്ക്ക് ആരും കേൾക്കാതെ നൈസായിരിക്കാവോ? ഫോണിൽ മെസ്സേജ് അയച്ചു. അതെ, ഫോണിൽ മെസ്സേജ് അയച്ച് പറയും, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ആരാ. പിന്നെ അല്ല, എത്ര ദൂരം കണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, ഇനി ഫൈനൽ സിറ്റുവേഷൻ ഇത് കുറച്ച് വിളിക്കുകയാണ്. അതായത് നിങ്ങൾ വണ്ടി പോകുന്നു പറഞ്ഞു, ഒരു അക്കിടി പറ്റി, ചെറുതായിട്ട് വേറെ വണ്ടിയുടെ സൈഡിൽ തട്ടി, നമ്മുടെയാണ് മിസ്റ്റേക്ക്. അവനിപ്പോൾ ഇറങ്ങി വരും, ചിലപ്പോൾ ഇറങ്ങി വന്നേക്കാം, പക്ഷെ സ്റ്റക്കായിട്ടിരിക്കുക. നമ്മുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എന്ന് വെച്ചോ. എങ്ങനെയായിരിക്കും നോക്കാം. ജയപ്രിയ തടി ഊരാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആവാം. വിശാഖ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? നമ്മുടെ സൈഡിലല്ലേ മിസ്റ്റേക്ക്? നമ്മുടെ മിസ്റ്റേക്ക് ആട്ടോ, നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ഒരു പാവ ഒരു പയ്യൻ വന്നപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കാണ്, അതായത് വിശാഖിന്റെ. റെഡി? 1 2 3. ബേബി വാട്ട് ആർ യു തിങ്കിങ്? ഇപ്പൊ ഇത് ഞാനായിരുന്നെങ്കിലോ നീ എന്തൊക്കെ പറഞ്ഞേനെ അല്ലേ? No, go do whatever you want. So embarrassing. ഞാൻ അങ്ങോട്ട് ഇറക്കൂല. അങ്ങനെയാണോ പറയാറ്? അങ്ങനെയാണോ? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എനിക്കറിയാലോ, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമോ. വണ്ടി തട്ടി ഇപ്പൊ അവിടെ ആളിറങ്ങി വരാൻ പോകുന്നു. Sir, I'm extremely sorry, sir. I know, but it's a mistake. Pini patula. I can do whatever. I can do anything to like help. It's a genuine mistake from my end. So, I'm quite anxious. ഈ പറഞ്ഞത് കറക്റ്റ് ആണോ? ഇങ്ങനെ ആയിരിക്കുമോ? എനിക്ക് പറ്റത്തില്ല. ഇല്ല, ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇത് ചെയ്യ് അത് ചെയ്യ്, ഏതെങ്കിലും ഒരു ഹമ്പൊക്കെ കുറച്ച് സ്പീഡിൽ കയറ്റി ഞാനിപ്പോൾ തന്നെ ഇങ്ങനെയാണോ ഓടിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനെയല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ഭയങ്കര തിരിച്ചാകുമ്പോൾ ഇവള് ക്യാപ്പ് കിട്ടിയപ്പോൾ അടിക്കും. ഇതെങ്ങാനും ഞാനായിരുന്നെങ്കിലോ എന്നുള്ള സാധനം. ഇങ്ങനെ വണ്ടി ഇടിച്ച് അങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടില്ല, അപ്പൊ അറിയത്തില്ല എങ്ങനെ റിയാക്ട് ചെയ്യണം. പക്ഷെ ഇത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയും. ശരി, ഒരു ബെസ്റ്റ് എസ്കേപ്പ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ബെസ്റ്റ് എസ്കേപ്പ്? അതായത് ഫോർ എക്സാമ്പിൾ, ഭാഗ്യം എങ്ങനെയോ രക്ഷപ്പെട്ടു, നമ്മുടെ ഭാഗ്യം കേട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. അതായത് അത് ഫൺ ആവാം, എന്തു ആവാം, ജസ്റ്റ് മിസ് എല്ലാവരും ഞാൻ തീർന്ന അല്ലെങ്കിൽ എന്തു ആവാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഡിവിജ്വലി ആയിരിക്കാം മനസ്സിലുള്ളത് പരിപാടി. പണ്ടത്തെ കാര്യമായിരിക്കാം, ഇപ്പോഴത്തെ കാര്യം, നിങ്ങൾ ഒരുമിച്ചായിരിക്കാം, വാട്ടവർ എന്തുവാ. റോഡിലുള്ള ഒന്നും ആവണമെന്നില്ലല്ലോ. ഒന്നുമില്ല, എനി സിറ്റുവേഷൻ. ഭാഗ്യം എന്ന് പറഞ്ഞു പോയ സിറ്റുവേഷൻ. ജപ്പാൻ ഫോൺ ജസ്റ്റ് മിസ് പറഞ്ഞാൽ നമ്മൾ ഇഫ് വി ഹാഡ് ഡൺ ദാറ്റ് എന്തെങ്കിലും പ്രശ്നമായി പോയനെ. ഊരി വന്ന ചെയ്യാനോ ഇത് തന്നെ. കുഴപ്പമില്ല ഊരി വന്നാണ്. നമ്മള് ജപ്പാനിൽ ട്രിപ്പിന് പോയേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡേ പതിവ് പോലെ നമ്മൾ ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കയറുന്നതിന് മുമ്പ് അന്ന് വിശാഖ് തീരുമാനിച്ചു അന്നത്തെ ഫ്ലൈറ്റ് പോകുന്നു. എന്നിട്ട് നമ്മൾ ഹറിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം ഞാൻ വാഷ്റൂമിലൊന്ന് കയറിയായിരുന്നു, ഫോൺ അവിടെ വെച്ച് മറന്നു. പകുതി വഴി എങ്ങനെയൊക്കെ ഗേറ്റിൻ്റെ അവിടെ പോകുന്നതിൻ്റെ അവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ പോകുന്നതിന് മുമ്പ് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഫോണില്ലെന്ന്. വിശാഖ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തു, പുതിയ ടിക്കറ്റിന് എത്ര പൈസ ആയിരിക്കും, പുതിയ ഫോണിന് എത്ര പൈസ ആയിരിക്കും, അതുകൊണ്ട് ഫോൺ പോട്ടെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ ഒരു 2 seconds എനിക്ക് തന്നെ, ഇനി 2 seconds ഇവിടെ മാറിയില്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും, പുതിയ ഫോൺ നമുക്ക് വാങ്ങാം. എന്നിട്ട് ഞാൻ 2 seconds ഒന്ന് കണ്ണടച്ചു, പിന്നെ വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫോണും കൊണ്ടുവന്നു, ഫ്ലൈറ്റിനൊന്നും പറ്റിയില്ല, കയറി നമ്മൾ പോയി. പക്ഷെ ആ 2 seconds തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഫോൺ അവിടെ വിട്ടിട്ട് വരേണ്ടി വന്നേനെ. ബിക്കോസ് 2 seconds we are moving from here. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ബസ്സിലേക്കല്ലേ. ഭയങ്കര ഒരു ആശ്വാസം. എൻ്റെ പൊന്നോ,
എനിക്ക് പക്ഷെ അന്ന് രാത്രി തന്നെ ഇതുപോലെ വേറെ ഒരു അന്ന് അതേ ദിവസം അന്ന് ലാസ്റ്റ് നൈറ്റ് ഇൻ ജപ്പാൻ. അപ്പൊ നമ്മളവിടെ പോയി കുറെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ നൈറ്റ് പുറത്താണ് പാർട്ടിയൊക്കെ ചെയ്ത് രാവിലെ 8 മണിക്ക് 9 മണിക്കല്ലേ ഫ്ലൈറ്റ്. സപ്പോസ് ടു ബി ദി എയർപോർട്ട് ബൈ മാക്സിമം ഒരു 7 മണി. 5:30ക്കാണ് ഞങ്ങൾ ലാസ്റ്റ് പാർട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവിടുന്ന് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യണം ഹോട്ടൽ റൂമിലേക്ക്. അതിനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6:30-7 മണിക്കാണ് 6:30ക്കാണ് ഞങ്ങൾ മറ്റേ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ 2 പ്ലാറ്റ്ഫോം. നമ്മൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ള ട്രെയിൻ ഒരു ഡയറക്ഷനിലേക്ക്, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി അപ്പുറത്തെ ഡയറക്ഷനിലേക്ക്. പക്ഷെ ഇവിടെ ചില മെട്രോ സ്റ്റേഷൻസിൽ ഒരു പ്ലാറ്റ്ഫോമിൽ 2 ഡയറക്ഷനിലേക്കുള്ള വണ്ടിക്ക് വന്നു പറയും. ശരി. അപ്പോൾ ലെച്ച ഒരെണ്ണം ഫോർ എക്സാമ്പിൾ മെസ്റ്റപ്പാണ്. അപ്പോൾ ലെച്ച ഇപ്പോൾ പാലാരിവട്ടത്തോട്ടുള്ള വണ്ടിയും ആലുവയ്ക്കുള്ള വണ്ടിയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വരും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണല്ലോ എന്താ ഏത് വണ്ടി എന്നുള്ളത് അറിയില്ല നമുക്ക്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുകയാണ്. രാണി മറ്റേ സെഷൻ നേരത്തെ പറഞ്ഞ മറ്റേ ടൈമിന് എത്തില്ല, ഞാൻ ഫ്ലൈറ്റ് മിസ് ചെയ്യുന്നു, ഞാൻ ഭയങ്കര സ്ട്രെസ് അടിച്ച് നിൽക്കുകയാണ്. ഇവിടെ കുറെ ചീത്ത വിളിക്കുന്നു, അവള് ഇറിറ്റേറ്റഡ് ആവുന്നു ഫുള്ള്. ഇവളാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോഡ്സ് ഒക്കെ ഇട്ട് എന്നെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിൽക്കുകയാണ്. ഏതോ ഒരു ട്രെയിൻ വന്ന് അവളെ അതിലേക്ക് ചാടി കയറിയപ്പോഴത്തേക്കും അപ്പൊ ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചാ ഇത് തന്നെയാണോ വണ്ടി? ഇറ്റ്സ് ലൈക്ക് നോ സർ, നോട്ട് ദിസ്, ദിസ് ഇസ് ഗോയിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഇവള്, കാരണം എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി കൈയൊക്കെ കൊട്ടി. ഇതാണ് ഈ ജപ്പാൻ, അവിടെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നടക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടുന്ന് പോയി അലറി കൈയൊക്കെ അടിച്ച് ജസ്റ്റ് ബിഫോർ ദ ഡോർ ഷട്ട് ഇവള് പുറത്തേക്ക് ചാടി ഇറങ്ങി. അയ്യോ, അത് ജസ്റ്റ് മിസ് കഴിഞ്ഞു. പിന്നെ ഇവിടെ കാരണം അവിടെ മറ്റേ റോമിംഗ് പാക്കും ലാസ്റ്റ് ആയതുകൊണ്ട് തീർന്നായിരുന്നു. അപ്പൊ കണക്ട് ചെയ്യാനും വഴിയില്ല, ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മിസ് ആയിരുന്നു. ഇത് പക്കാ ജസ്റ്റ് മിസ് ഇൻസിഡന്റ് അല്ലേ? അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എന്ത് പറയാനോ സമയമൊന്നും കിട്ടിയില്ല. അടുത്ത ട്രെയിൻ വന്നപ്പോ കേറി. എന്നാലും ഒരു കലിപ്പുണ്ടായിരുന്നു. ആ കലിപ്പാണ്. ഈ കലിപ്പ് വെച്ചാണ് എയർപോർട്ടിൽ എത്തുന്നത്. അപ്പോഴാണ് ഒരാൾ പറയുന്നത് എന്റെ ഫോൺ കാണാൻ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അപ്പൊ തന്നെ ഫോൺ മണ്ണാൻ കട്ടാ നീ നേരെ അങ്ങനെ ഫോൺ വേണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഓൾറെഡി മൈൻഡിലുണ്ട്. ഫ്ലൈറ്റ് ഇപ്പൊ ഒരു ഹാഫ് ആൻ അവറിൽ ഗേറ്റ് അടയ്ക്കും. ഞങ്ങൾ എവിടെ എത്തിയിട്ടും ഇല്ല. ഇപ്പൊ ഫോണില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ ഫോൺ ഞാൻ പുതിയ ഫോൺ വാങ്ങാൻ ഫോൺ വിട്ടാരെന്ന് പറഞ്ഞു. രസമായിരുന്നു ഇങ്ങനെ പറയാനൊരു കഥയെ. അതെ, അടിപൊളി. ഇങ്ങനെ അത് നടന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. അതെ, സത്യം. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ചില കാര്യങ്ങൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾ? അതായത് മറച്ചു വെച്ച് അതല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ ഒരു സീക്രറ്റ്സോ എന്തും ആവാം. ക്യാൻ ബി വെരി ഫൺ ടോപ്പിക് ആവാം. ഇതുവരെ ഷെയർ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പം ഇവിടെ നിന്നൊരു ഷൂ മാറ്റി വെച്ചാലും അപ്പൊ തന്നെ നമ്മൾ വിളിച്ചു പറയും. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ നമ്മള് പറയാണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് സീറ്റ് നനഞ്ഞിരിക്കുവാണെങ്കിൽ ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പണ്ടൊക്കെ അത് കാൻ't you understand എന്നൊക്കെ പറഞ്ഞതാവും. പക്ഷെ ഇപ്പോൾ ആളത് യൂസ്ഡ് ആയി, വിട്ടു തുടങ്ങി. അതുപോലെ തന്നെ നേരെ തിരിച്ചും ചെറിയ സ്മോൾ തിങ്സ് നമുക്ക് ഇഷ്ടമല്ല വിട്ടു തുടങ്ങിയത് കൊണ്ട് അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇപ്പം എടുക്കാൻ തുടങ്ങി. റിവേഴ്സ് സൈക്കോളജി. ഹോസ്റ്റലിൽ 6:30 കയറണം എന്ന് പറഞ്ഞാൽ കയറാതിരിക്കുന്ന ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഐ തിങ്ക് സം തിങ്സ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പറയാറില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോട്ട് ദോസ് തിങ്സ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മോസ്റ്റ്ലി വീട്ടിൽ. ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചോദിച്ചത്? ഞാൻ മിസ്അണ്ടർസ്റ്റുഡ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അല്ല എന്തുവാ എനിക്ക് പെട്ടെന്ന് ഇത് തോന്നിയെന്നുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല. ശരി. സോ യെസ്, ഫൈനലി അങ്ങനെ തെലുങ്കിലും റിലീസാവുകയാണ്. ഞാൻ തെലുങ്ക് ഭാഷ പറഞ്ഞ പോലെ ചെപ്പണ്ടി എന്തെങ്കിലും ഒന്ന് പറയാമോ? കന്നഡയിൽ എന്തെങ്കിലും പറയാമോ? ഇവൾക്ക് തെലുഗു, കന്നഡ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. Am I missing something? തമിഴ്. സൗത്ത് ഇന്ത്യൻ എല്ലാ ലാംഗ്വേജസ് അറിയാം, പിന്നെ ഹിന്ദി അറിയാം. എന്തെങ്കിലും തെലുങ്കോ കന്നഡ എന്തെങ്കിലും പറയാമോ? ചുമ്മാ നാളെ പച്ച റിലീസ് ആകാൻ പോവുകയാണ്, ശംഭു കാണണം എന്നൊന്ന് പറയാം. തെലുഗു പറയാം. ಕನ್ನಡಯಾണെಂತ ತಿರುಚಿ ರಿಪ್ಲೈ പറയാം നമ്മൾ. ಓಕೆ. ನಾಳೆ ಚತ್ತಾಪಚ್ಚ ರಿಲೀಸ್ ಆಗ್ತಿದೆ, ನೀವು ಹೋಗಿ ನೋಡ್ಬೇಕು, ಥಿಯೇಟರ್ ಅಲ್ಲಿ ನೋಡ್ಬೇಕು. തീർച്ചയായിട്ടും ಬೆಲೆ ಹಾಕುದು. എനിക്ക് ഞാൻ ഇന്നാളെ അവിടെ പോയി ഒരു പ്രൊമോഷൻ പോയായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ ലവ് യു ഇൻ തെലുഗു. അത് മാത്രം ഞാൻ പഠിച്ചു. ഐ ലവ് യു ഇൻ തെലുഗു എങ്ങനെ? അത് നീനു
ప్రేమిస్తాను ప్రేమిస్తాను. అలే నేను ప్రేమిస్తున్నాను. ప్రేమిస్తున్నాను తున్నాను ഉണ്ട്. నేను ரொம்ப ஈஸியான கொத்தவனோ నేను నాను ఎంబర్ అంబర్ అంబాచ కావాలా లెంబర్గ్రా మగధీర బాహుబలి 2 లింగ్రాడా ಈಗ ആരും കേൾക്കണ്ട. സത്യമാണോ ജട ജട അയ്യോ ചായ കുടിച്ചിട്ട് പോയ ബൽ കഥ. ഇനി തെലുഗു പടം ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹം ഉണ്ടടാ. ഓക്കെ ആൻഡ് യാ അപ്പോൾ നാളെ അതും റിലീസാണ്. ആൻഡ് വൺ മോർ തിങ് ഐ വോണ്ട് ടു ആസ്ക് യു, ദ വെരി ലാസ്റ്റ് തിങ്. ഇപ്പോൾ നമ്മൾ WWE കാര്യം പറഞ്ഞു, പണ്ടത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞു. ഇപ്പം ലൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അബൌട്ട് യുവർ ബ്രദർ, എനിക്കൊന്ന് അപർണയുടെ പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഒരു ലൈക്ക് ആ ഒരു മിസ്സിങ് പാർട്ടിൽ ഇതിലെന്തെങ്കിലും ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്? ഈ പടം ചെയ്ത് കഴിഞ്ഞ് ഈ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മെമ്മറി വന്നിട്ടില്ലേ? കാരണം നിങ്ങൾ ആ ടൈമിലും ഇപ്പൊ പില്ലോ ഫൈറ്റ്സ് ആയിട്ടും ചിരിയൊക്കെ കണ്ട് അത് കാരണം ഇതൊക്കെ നമ്മൾ അല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിൽ നമ്മൾ മറ്റേ ഈ ബെഡിൽ ചോക്ക് സ്ലാം ചെയ്യുന്ന സാധനമൊക്കെ സിനിമയിലുള്ള പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓഫ് കോഴ്സ് നൊസ്റ്റാൾജിയ എന്ന സാധനമാണ്. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് ഐ ഫീൽ ഇത് ശരിക്കും സംഭവിച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് അവൻ്റെ അനിയൻ, പ്രൊഡ്യൂസേഴ്സ് നെയിം ഇസ് ഷിഹാൻ, അവനാണ് മൂത്തത്. ഇഷാൻ ഇതിൽ ലിറ്റിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ വൺ ഗൈസ് പ്രൊഡ്യൂസിങ് ആൻഡ് ഡയറക്ടിങ്, ദി അതർ ഗൈസ് ആക്ടിങ്. ഞങ്ങൾ പണ്ട് പടങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ റെസ്പെക്റ്റീവ് റോൾസ്. അപ്പോൾ അവരുടെ കെമിസ്ട്രിയും അവരിങ്ങനെ ഒരുമിച്ചൊരു ഫസ്റ്റ് ഫിലിം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഓക്കെ അവനുണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ഡൂയിങ് ദ സെയിം തിങ് എന്നുള്ള ഒരു ലവ്ലി സ്വീറ്റ് ബ്രദേഴ്സ് ആണ് രണ്ടുപേരും. അപ്പം അവരെ കാണുമ്പോൾ വിശാഖിന് എപ്പോഴും ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട്. അതിലൂടെ അല്ലേ? അവരും ഭയങ്കര സ്വീറ്റ്, ലൈക്ക് ദേ ആർ ലൈക്ക് ബ്രദേഴ്സ് നൗ എല്ലാരും. അപ്പോൾ അവരെ കാണുമ്പോൾ ഇപ്പോൾ ഓക്കെ അപ്പു ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ഇതേ സിറ്റുവേഷനിൽ ഞങ്ങളും ഇതേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അപ്പോൾ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. കലക്കി. അപ്പം നാളെ അങ്ങോട്ട് പോകുന്നുണ്ടോ നിങ്ങൾ? എവിടെ പ്രൊമോഷൻ പരിപാടികൾ? ഞങ്ങൾ ഓടി പോയി. അവിടെ പ്രൊമോഷനുള്ള പ്രസ് കോൺഫറൻസും പരിപാടിയൊക്കെ കഴിഞ്ഞു. സന്ദീപ് വാങ്കറെഡ്ഡി നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടു. അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അയാൾ ടെക്നിക്കൽ ടീമിന്റെ കാര്യമൊക്കെ എടുത്ത് ചോദിച്ചു. ആനന്ദന്റെ കാര്യമൊക്കെ കുറെ പറഞ്ഞു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള അടിപൊളിയാണല്ലോ, ഇത് എപ്പോഴാണ് ഇറങ്ങുന്നത്, ഞാൻ എന്തായാലും പോയി കാണും. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പുള്ളി പോയി കാണുന്നുണ്ടാവും. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല അതിന്റെ പ്രൊമോഷന്റെ വീഡിയോസും ബൈറ്റ്സും ഒക്കെ പരിപാടികൾ പോയി എടുത്ത് ഗിയറപ്പ് ചെയ്യണം. കാരണം ഐ തിങ്ക് തെലുഗു ഓഡിയൻസിന് ഇങ്ങനത്തെ ഒരു ഫിലിം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഈ കുറച്ച് ലാർജർ ദൻ ലൈഫ്, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഐഡിയാസ് ഭയങ്കര ഇഷ്ടമാണ്. റോ പരിപാടിയാണ്. പിന്നെ അത് മാത്രമല്ല ഇറ്റ്സ് ഓൾസോ ഒരു ഇപ്പം ഇവര് ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതേ സാധനം നമുക്ക് അവിടെയും പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ സാധനമാണ്. നൊസ്റ്റാൾജിയ, ബ്രദർഹുഡ്, പിന്നെ ഈ കോൺസെപ്റ്റും. അപ്പൊ അതുകൊണ്ട് അവിടെ വർക്ക് ആവുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു പുതിയൊരു ഓഡിയൻസ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ആ പാർട്ട് അവിടുന്ന് ഒരു ലവ് നമുക്ക് തീർച്ചയായിട്ടും ഇനി കിട്ടാൻ അല്ലേ? റൈറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാകുക. താങ്ക് യു. ഗംഭീരമായിട്ട് പോവുക. വീണ്ടും നമുക്ക് അപ്പം ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ? വന്നപ്പോൾ പറഞ്ഞില്ലേ ദിസ് ഇസ് മൈ തേർഡ് ഇന്റർവ്യൂ, ബട്ട് ഫോർ ഷുവർ ലാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? അത് ഇങ്ങനെ ഇന്റർവ്യൂസിനെ കുറിച്ചിട്ടല്ല, ലൈക്ക് ഇപ്പോഴും അങ്ങനെ പറയുന്നത്. പക്ഷെ ശംഭു വിളിച്ചാൽ വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത പ്രാവശ്യം മറ്റേ ഈസി ആയിട്ടുള്ള ഫോട്ടോസ്. This was fun. This was a lot of fun. Thank you. നല്ല രസമുണ്ടായിരുന്നു. വെരി ഈസി. ജസ്റ്റ് വീട്ടിലൊരു ചായ കുടിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു അല്ലേ? 3 ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കും. So thank you for making me feel comfortable. God bless Dhruv. God bless you both. Thank you. സൂപ്പർ ആവട്ടെ, അടിപൊളിയാവട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഇനി നെക്സ്റ്റ് പടങ്ങളൊക്കെ വരട്ടെ. സെറ്റ് ആവട്ടെ, അടിപൊളിയാവട്ടെ. Thank you bro. Okay. All the best to you too. Thank you.